ലെറ്റിംഗ് ഗോ ചെയ്യുന്നതിന് എന്താണ് ബുദ്ധിമുട്ട്? 7 ദിവസം ഞാൻ ചെയ്തിട്ട് കിട്ടിയില്ല എന്ന് പറയാൻ നമ്മളെങ്ങും ഒന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അതിനെ അതിന്റെ വഴിക്ക് അങ്ങ് വിട്ടേക്കുക. ഹലോ ഫ്രണ്ട്സ്, എത്ര മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ ചെയ്തിട്ടും അഫർമേഷൻസ് പറഞ്ഞിട്ടും വിഷ്വലൈസേഷൻ ചെയ്തിട്ടും ഇനി എത്ര വീഡിയോകൾ കണ്ടിട്ടും ഒരു മാറ്റവും ഇല്ലാതെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഫ്രണ്ട്സ്, നിങ്ങൾ ഓരോരുത്തർക്കും ഓരോരോ രീതിയിലുള്ള ആഗ്രഹങ്ങളുണ്ട്. അത് നേടിയെടുക്കണമെന്ന വലിയ താല്പര്യവും നിങ്ങൾക്കുണ്ട്. പക്ഷേ ഈ മാനിഫെസ്റ്റേഷനിലൂടെയും മറ്റുമൊക്കെ നിങ്ങൾക്ക് ഇത് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില തെറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് കൊണ്ടാണ്. അതായത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയോ തെറ്റുകൾ, ചെറിയ തെറ്റുകളായിരിക്കാം. അതുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. എൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചതിന് ശേഷമാണ് ഞാനും ഓരോ വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നത്. ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, ഈ ലോകത്ത് ഒരാളെ കൊണ്ടെങ്കിലും, ഒരു മനുഷ്യനെ കൊണ്ട് ഒരു കാര്യം നേടിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും അത് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയോ ചെറിയ തെറ്റുകൾ നിങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. ആ തെറ്റുകളെ ഒന്ന് തിരുത്തി കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഈസി ആയിട്ട് നടക്കുന്നതായിരിക്കും. ഇതിൽ ആദ്യം സംഭവിക്കുന്ന ഒരു തെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എനർജി നമ്മൾ വെറുതെ പാഴാക്കി കളയാറുണ്ട്. അതായത് ഇപ്പോൾ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അഫർമേഷൻസ് സ്ഥിരമായി പറയുന്നു. എന്നാൽ നമ്മുടെ ഒരു എനർജി എന്ന് പറയുന്നത് വേറൊരു രീതിയിൽ നമ്മൾ ഡെസ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് എപ്പോഴും ഇങ്ങനെ ഫോൺ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ ഇത് എപ്പോഴാണ് വരുന്നത്, ഇങ്ങനെയുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ സംശയം. അതിങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ എനർജി കൂടുതൽ നമ്മൾ എങ്ങോട്ടേക്കാണ് കൊടുക്കുന്നത്? ആവശ്യമില്ലാത്ത കാര്യത്തിലേക്കാണ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, നിങ്ങളുടെ എനർജി വെറുതെ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക്, അതായത് സംശയങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടാണ്. നമുക്ക് എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്? വേണ്ട കാര്യത്തിലേക്ക്, നിങ്ങളുടെ ആഗ്രഹത്തിലേക്കായിരിക്കണം. അത് സംഭവിക്കുമെന്ന് നമ്മളങ്ങ് മനസ്സുകൊണ്ട് ഉറപ്പിക്കുകയാണ് ആദ്യം വേണ്ടത്, അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ എനർജി വെറുതെ കളയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ട കാര്യത്തിലേക്ക്, ഫോക്കസ് ചെയ്യേണ്ട കാര്യത്തിലേക്ക് കൃത്യമായിട്ടൊന്ന് ഫോക്കസ് ചെയ്യാനായിട്ട് ആദ്യം ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോൾ അഫർമേഷൻസ് പറയുകയാണെങ്കിൽ, പണം എൻ്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് എത്ര പ്രാവശ്യം പറയാമോ അത്രയും പ്രാവശ്യം നമുക്ക് പറയാൻ കഴിയും, അല്ലേ? നമ്മുടെ കൊണ്ടല്ലേ പറയുന്നത്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊണ്ട് നമ്മളൊന്ന് പറയുന്നു, എന്നാൽ മനസ്സുകൊണ്ട് നമ്മൾ സംശയത്തിലെത്തുന്നു. അതായത് മൈൻഡ് ഡൗട്ട്ഫുള്ളാണ്. പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് കൊണ്ട് ഇങ്ങനെ പറയുന്നു, പക്ഷേ മനസ്സ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും, പണം വന്നുകൊണ്ടിരിക്കാൻ എവിടുന്ന് വരാനാണ്? നിന്റെ അക്കൗണ്ടിൽ നീ ചെക്ക് ചെയ്തിട്ടുണ്ടോ? നിന്റെ അക്കൗണ്ടിൽ കുറച്ചു മുമ്പ് നീ എത്രയാണ് കണ്ടത്? അക്കങ്ങൾ എത്രയാണ് കണ്ടത്? അപ്പോൾ ഇതൊക്കെ മനസ്സിൽ ഇങ്ങനെ കുറേ ചോദ്യങ്ങളായിട്ട് വരുമ്പോൾ നമുക്ക് തന്നെ ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ളൊരു സ്റ്റേറ്റിലേക്ക് നമ്മൾ മാറാൻ തുടങ്ങും, അല്ലേ? കൊണ്ടൊന്ന് പറയുന്നു, പക്ഷെ മനസ്സുകൊണ്ട് വേറെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് നമ്മൾ മാറുന്നു. രണ്ടാമത്തെ കാര്യം ഇതാണ്, നമ്മൾ കൊണ്ട് എന്താണോ പറയുന്നത് അത് തന്നെ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയാക്കുവാൻ നമുക്ക് കഴിയണം. നമ്മൾ എന്ത് പറയുന്നുവോ, കറണ്ട് റിയാലിറ്റിയെ അപേക്ഷിച്ചല്ല നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്, അല്ലേ? ഒരു മനുഷ്യൻ്റെ ജീവിതം മാറുവാനായിട്ട് നിമിഷ നേരം മതി, അല്ലെങ്കിൽ ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും അവൻ്റെ ലൈഫ് വേറൊരു രീതിയിലേക്ക് മാറ്റപ്പെടുക തന്നെ ചെയ്യും, അല്ലേ? നനച്ചിരിക്കാതെ ഒരാളിലേക്ക് കിട്ടുന്ന ജോലി, അല്ലെങ്കിൽ നനച്ചിരിക്കാതെ ഒരാളിലേക്ക് വന്നു ചേരുന്ന പണം, നനച്ചിരിക്കാതെ ഒരാളിലേക്ക് വന്നു ചേരുന്ന സമ്മാനങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ യാദൃച്ഛികമായിട്ട് സംഭവിച്ചിട്ടുണ്ടാകും. അപ്പോൾ എന്താണോ പറയുന്നത് അതിൽ ഫുൾ ഫോക്കസ്ഡ് ആകുവാൻ, അല്ലെങ്കിൽ വിശ്വസിക്കുവാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓൾഡ് സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ എപ്പോഴും സേവ്ഡ് ആയിരിക്കും. അതായത് പണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പോഴും അതുപോലെ തന്നെ സംഭവിക്കില്ലേ? അതായത് പണ്ട് ഒരാളിനെ തേച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ നാളെയും ഒരാളിനെ തേക്കാൻ സാധ്യതയില്ലേ എന്നൊരാൾ ചിന്തിക്കുന്നത് പോലെ തന്നെയാണ്. പാസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു സംഭവം എടുത്ത് അത് നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമായിട്ടായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക. അത് ഈ പ്രസന്റിലേക്ക് കൊണ്ടുവന്ന് ഫ്യൂച്ചറുമായിട്ട് കണക്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. ഒരാളുമായിട്ട് റിലേഷൻ ഉണ്ടാക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ പണം സമ്പാദിക്കുന്ന കാര്യങ്ങളിലോ, അല്ലേ, എല്ലാ കാര്യത്തിലും ഈ ഒരു ഓൾഡ് സ്റ്റോറി നമ്മൾ മനസ്സിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രീതിയിലായിരിക്കും നമ്മുടെ ഫ്യൂച്ചർ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ ആ രീതിയിൽ കാണുമ്പോൾ ഫ്യൂച്ചർ ആ രീതിയിൽ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ എന്താണോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ന്യൂ ഡിസയർ എന്താണ്, ഇപ്പോഴത്തെ നമ്മുടെ ആഗ്രഹം എന്താണ്, അതിനനുസരിച്ചിട്ടുള്ള ഫ്യൂച്ചറിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയണം. എന്നാൽ ഇപ്പോഴത്തെ ഡിസയറിനെ പഴയ ഓൾഡ് സ്റ്റോറിയുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് മിസ്മാച്ച് ആയിപ്പോൾ. അതായത് ന്യൂ ഡിസയർ പ്ലസ് ഓൾഡ് സ്റ്റോറി, ഓൾഡ് നെഗറ്റീവ് സ്റ്റോറി ആണെങ്കിൽ അത് തമ്മിൽ മിസ്മാച്ച് ആയിപ്പോൾ. നമ്മൾ പുതിയൊരു ആഗ്രഹം കൊണ്ടുവരുമ്പോൾ അതിന് തക്കതായിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. എന്താണ് അതിൻ്റെ റിസൾട്ട്? ആ റിസൾട്ടിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയണമെന്നുള്ളതാണ്. ഓൾഡ് സ്റ്റോറി എന്ന് പറയുന്നത് അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ന്യൂ സ്റ്റോറിയാണ്. എങ്ങനെ? പുതിയ ആഗ്രഹങ്ങളിലൂടെ, ന്യൂ ഡിസയറിലൂടെ.
ഈ ഒരു കാര്യം മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നാലാമതായിട്ട് എനിക്ക് തോന്നുന്നൊരു കാര്യം, ഈ കുറേ ആൾക്കാർ ചെയ്യുന്നൊരു കാര്യമാണ് 4 ദിവസം ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്യും, അത് കഴിഞ്ഞിട്ട് അത് വിട്ടിട്ട് അടുത്തൊരു ടെക്നിക്കിലേക്ക് പോകും, പിന്നെ അടുത്ത മാസം വേറൊരു ടെക്നിക്കിലേക്ക് പോകും. അങ്ങനെ ഒരുപാട് ടെക്നിക്കുകൾ നമ്മൾ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഇനി ചിലരെ സംബന്ധിച്ച് രാവിലെ വാട്ടർ മാനിഫെസ്റ്റേഷൻ ചെയ്യും, അല്ലെങ്കിൽ ഉച്ചയാകുമ്പോൾ മിറർ മാനിഫെസ്റ്റേഷൻ ചെയ്യും, അല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ 777 മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്യും. അങ്ങനെ ചെയ്തിട്ട് ഒരു പ്രയോജനവുമില്ല. അത് നമ്മുടെ മൈൻഡിനെ കൺഫ്യൂസ്ഡ് ആക്കുന്നതിന് തുല്യമാണ്. എന്താണോ വേണ്ടത് ആ ഒരു ടെക്നിക്കിലൂടെ കൺസിസ്റ്റൻസിയോടുകൂടി, അല്ലെ, ക്ലിയർ ആയിട്ടുള്ളൊരു ഡിസയർ ആകണം, അതുപോലെ തന്നെ ക്ലിയർ ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ആയിരിക്കണം, അത് കൺസിസ്റ്റൻസിയോടുകൂടി ചെയ്തു തീർക്കുക. അല്ലാതെ ഒരു ദിവസം തന്നെ 3 ടെക്നിക്കുകളോ അല്ലെങ്കിൽ ആഴ്ചതോറും ടെക്നിക്കുകൾ മാറ്റിയിട്ടോ ഒരു കാര്യവുമില്ല. അത് നമ്മുടെ മനസ്സിനെ എന്ത് ചെയ്യുകയാണ്, കൺഫ്യൂസ് ആക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്, ഇപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. 999 ആകാം, 777 ആകാം, 369 ടെക്നിക്ക് ആകാം, വാട്ടർ മാനിഫെസ്റ്റേഷൻ ആകാം, മിറർ മാനിഫെസ്റ്റേഷൻ ആകാം. ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആകുന്നത് അതങ്ങോട്ട് തിരഞ്ഞെടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക, കൺസിസ്റ്റൻസിയോടുകൂടി അത് ചെയ്യുക. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എല്ലാവർക്കും എല്ലാ ടെക്നിക്കുകളും അങ്ങോട്ട് മാച്ച് ആകണമെന്നില്ല. ഒരാൾക്ക് വാട്ടർ മാനിഫെസ്റ്റേഷൻ ആണ് പറ്റുന്നതെങ്കിൽ മറ്റൊരാൾക്ക് മിറർ മാനിഫെസ്റ്റേഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ ആകുന്നത് അത് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ മെഡിറ്റേഷനൊക്കെ കേട്ടിട്ടില്ലേ? ഇപ്പോൾ ചിലർക്ക് ഗൈഡഡ് മെഡിറ്റേഷൻ നല്ല രീതിയിൽ ഉള്ളിൽ ഫീൽ ഉണ്ടാക്കും. ചിലരെ സംബന്ധിച്ച് അവർക്ക് സ്വയം ഇരുന്ന് ചെയ്യുന്നതിലാണ് കൂടുതൽ കംഫർട്ടബിൾ, അല്ലേ? ഓരോരുത്തർക്കും പ്രത്യേക രീതിയിലുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും മൈൻഡിൻ്റെ ഒരു അവസ്ഥയനുസരിച്ച്. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് പോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ തന്നെയാണ് ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കും വർക്കാകുന്നത്. അഞ്ചാമതായിട്ട് വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സിങ് ബിലീഫ്. അതായത് മനസ്സിനെ കൊണ്ടങ്ങ് വിശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുക. വിശ്വസിക്കുക. എന്താ വിശ്വസിക്കാത്തത്? അതിപ്പം എന്താ പറയുക, ഈ കോഴിയെ അടിച്ച് മുട്ടയിടിക്കുക എന്ന് കേട്ടിട്ടില്ലേ? എന്ന് പറയുന്നത് പോലെയാണത്. ഇപ്പം കോഴിക്ക് മുട്ടയിടുക എന്ന് പറയുന്നത് അതൊരു സമയമാകുമ്പോൾ അത് സംഭവിക്കുന്ന പ്രകൃതിയുടെ ഒരു പ്രതിഭാസം, അല്ലെങ്കിൽ ആ പ്രോസസ്സ് അത് സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കുകയാണ് ചെയ്യും, അല്ലേ? അല്ലെങ്കിൽ ഒരു പ്യൂപ്പയിൽ നിന്ന് ഒരു ബട്ടർഫ്ലൈ വരിക എന്ന് പറയുന്നത് നമ്മൾ ധൃതി കൂട്ടിയിട്ട് കാര്യമൊന്നുമല്ല, അല്ലേ? അത് അതിൻ്റെ സമയത്തത് ബട്ടർഫ്ലൈ ആയിട്ട് പ്രകൃതിയിലേക്ക് വന്നുകൊള്ളും എന്ന് പറയുന്നത് പോലെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അത് മനസ്സുകൊണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. മനസ്സത് വിശ്വസിച്ചുകൊള്ളും, അത് സംഭവിക്കേണ്ട സമയത്ത് മാനിഫെസ്റ്റ് ചെയ്തുകൊള്ളും. ആറാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ലെറ്റിംഗ് ഗോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്തതിന് ശേഷം തന്നെ ലെറ്റിംഗ് ഗോ ചെയ്യുക. ഇപ്പം ഉദാഹരണം പറയാം, 777 മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് 7 ദിവസം നിങ്ങളത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം അത് പിന്നെ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനത് ചെയ്യേണ്ട കാര്യം ചെയ്തു, ഇനി ഞാൻ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുന്നു. ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി നമ്മൾ അങ്ങോട്ട് മുൻപോട്ടേക്ക് പോവുക. കാരണം നമ്മളിവിടെ എങ്ങും പോയി പണമൊന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പണം ഒരുപാട് സ്പെൻഡ് ചെയ്തിട്ടോ ഒന്നുമല്ല ഈ ടെക്നിക്കുകളൊന്നും ചെയ്യുന്നത്. നമുക്ക് മനുഷ്യർക്ക് മാത്രം കിട്ടിയിട്ടുള്ള സങ്കല്പശക്തി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. മറ്റൊരു മൃഗജാലങ്ങൾക്കോ പക്ഷിജാലങ്ങൾക്കോ ഒരു സ്പീഷ്യസിനും കൊടുക്കാത്ത ഒരു വലിയൊരു വരമാണ് സങ്കല്പശക്തി എന്ന് പറയുന്നത്. ആ സങ്കല്പശക്തി കൊണ്ട് നമ്മൾ ഇമാജിനേഷൻ ചെയ്യുന്നു, വിഷ്വലൈസേഷൻ ചെയ്യുന്നു, അതിലൂടെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, അല്ലേ? അപ്പോൾ പിന്നെ ലെറ്റിംഗ് ഗോ ചെയ്യുന്നതിന് എന്താണ് ബുദ്ധിമുട്ട്? 7 ദിവസം ഞാൻ ചെയ്തിട്ട് കിട്ടിയില്ല എന്ന് പറയാൻ നമ്മളെങ്ങും ഒന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ വഴിക്ക് അങ്ങ് വിട്ടേക്കുക. അത് സംഭവിക്കേണ്ട സമയത്ത് സംഭവിച്ചുകൊള്ളൂ. ഏഴാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നോ ഫിസിക്കൽ ആക്ഷൻസ്. ഫിസിക്കൽ ആക്ഷൻസ് എടുക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുക തന്നെ ചെയ്യും. ഇപ്പോൾ ജോബിന് വേണ്ടിയിട്ട് എന്താ പറയുക, മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം എന്താണ്? അതിന് വേണ്ടുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ ഐഡിയകൾ അല്ലെങ്കിൽ ജോബ് വേക്കൻസീസ്, അല്ലെ, നമ്മൾ ആഗ്രഹിക്കുന്ന ജോലിയുടെ തന്നെ ഒരുപാട് വേക്കൻസീസ് ഒക്കെ നമ്മുടെ കയ്യിലേക്ക് ഇങ്ങോട്ട് വരാൻ തുടങ്ങും. അങ്ങനെ വരുന്ന സമയത്ത് എന്താണ്, നമ്മൾ എല്ലാ ദിവസവും അത് സെർച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. പറ്റുന്ന വെബ്സൈറ്റുകളിലോ അല്ലെങ്കിൽ ഇനി ന്യൂസ് പേപ്പറുകളിൽ തന്നെയോ എവിടെയൊക്കെ അത് ചെക്ക് ചെയ്യാമോ അവിടെ എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒപ്പം തന്നെ അത് എവിടെയാണോ പോയി അറ്റൻഡ് ചെയ്യേണ്ടത് ആ പ്ലേസിൽ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട ചുമതല നമുക്കുണ്ട്. അല്ലാതെ ഇന്റർവ്യൂ എടുക്കുന്ന ആളുകൾ നമ്മുടെ വീട്ടിലേക്ക് വന്ന് ഇന്റർവ്യൂ ചെയ്യണമെന്ന് പറയാൻ നമുക്ക് കഴിയില്ലല്ലോ, അല്ലേ? അപ്പോൾ അതിനുവേണ്ടി ഇറങ്ങി തിരിക്കുവാൻ നമുക്ക് കഴിയണം. ഫിസിക്കൽ ആക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണോ വേണ്ടത് അതിന് തക്കതായിട്ടുള്ള ആക്ഷൻസ്, ഫിസിക്കലായിട്ടുള്ള ആക്ഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കുക, അല്ലെങ്കിൽ സ്വസ്ഥമായിട്ടിരിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ 7 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ്, അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നല്ല രീതിയിൽ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളും വിഷ്വലൈസേഷനും അഫർമേഷൻസും ഒക്കെ അങ്ങോട്ട് ചെയ്ത് നോക്കിക്കേ. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. പിന്നെ നമ്മുടെ മാനിഫെസ്റ്റേഷൻ കോഴ്സുകൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ല രീതിയിൽ തന്നെ നിങ്ങളെ ഗൈഡ് ചെയ്യുവാനും
നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാനും കഴിയുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച് ആൻഡ് ഗോഡ് ബ്ലസ് യു ഓൾ.